കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ഈ ഭക്തി എന്ന് പറയണത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം, ആ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അത് എത്രത്തോളം നിഷ്കളങ്കാവുന്നോ, എത്രത്തോളം ഇന്നസെൻ്റ് ആവുന്നോ, അത്രത്തോളം അതിൻ്റെ മാധുര്യം കൂടും. അപ്പം അങ്ങനെ അത്രയും നിഷ്കളങ്കമായിട്ട് അത്രയും ആത്മസമർപ്പണത്തോടു കൂടി ഭഗവാനെ ആരാധിച്ചിരുന്ന ഒരു ദാസനായിരുന്നു, ഒരു ഭക്തനായിരുന്നു ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. ഒരിക്കൽ സീതാദേവി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സീതാദേവി ഒരുങ്ങുന്ന സമയത്ത് ദേവി കയ്യിൽ വളയിടുന്നു, മാലയിടുന്നു, പൊട്ട് തൊടുന്നു, കണ്ണെഴുതുന്നു. അങ്ങനെ അതിമനോഹരമായിട്ട് ദേവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഹനുമാൻ സ്വാമി നോക്കുമ്പോൾ സീതാദേവിയുടെ നെറ്റിയിൽ സിന്ദൂരം ധരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് എന്തിനാണ് ഈ സിന്ദൂരം ധരിക്കുന്നത്, എന്താണ് ഈ സിന്ദൂരം, അപ്പോൾ അതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹനുമാൻ സ്വാമി നോക്കുമ്പോൾ ഇങ്ങനെ സീതാദേവി നെറ്റിയിൽ എന്തോ ചുമന്ന നിറത്തിലുള്ളൊരു പൊടി നെറ്റിയിൽ തൊടുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഒരു ആകാംക്ഷ തോന്നും, എന്തിനാണിത് തൊടുന്നത്, എന്തിനായിരിക്കും ഇത് തൊടുന്നത്, എന്താണിതെന്നൊക്കെ ഉള്ളൊരു തോന്നല് മനസ്സിൽ ഹനുമാൻ സ്വാമിക്ക് വരും. അപ്പോൾ ഹനുമാൻ സ്വാമി സീതാദേവിയോട് ചോദിക്കും, എന്തിനാണ് ഇതേപോലെ നെറ്റിയിൽ ഇങ്ങനെ ഈ ചുമന്ന പൊടി തൊടുന്നത് എന്ന് സീതാദേവിയോട് ചോദിക്കും. അപ്പോൾ സീതാദേവി ഇത് കേൾക്കുമ്പോൾ സീതാദേവിക്ക് എങ്ങനെ ഹനുമാൻ സ്വാമിയോട് ഇത് കുങ്കുമാണെന്നും ഇതിങ്ങനെ കല്യാണം കഴിച്ച യുവതികൾ തൊടുന്നതാണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാവുമെന്ന് സീതാദേവിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ സീതാദേവി എന്തു പറയും? സീതാദേവി പറയും, ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെ ശ്രീരാമസ്വാമിയെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ഇതേപോലെ നെറ്റിയിൽ ചുമന്ന കുങ്കുമം തൊടുന്നത് എന്ന് ഹനുമാൻ സ്വാമിയോട് പറയും. അങ്ങനെ ഹനുമാൻ സ്വാമി ഈ സീതാദേവി പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമോ, ശ്രീരാമനെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ കുങ്കുമം തൊടുന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുങ്കുമപ്പൊടി മുഴുവനും അദ്ദേഹത്തിൻ്റെ മേത്തോട്ടെടുത്ത് കമത്തും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽ മുഴുവനും അങ്ങനെ കുങ്കുമം കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ മേത്ത് മുഴുവനും കുങ്കുമമായിട്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിനെ കാണുമ്പോൾ ശ്രീരാമൻ ചോദിക്കും, എന്തിനാണ് മേത്ത് മുഴുവനും ഈ ചുമന്ന കുങ്കുമം എടുത്ത് തൂകിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ സ്വാമി വളരെ നിഷ്കളങ്കമായിട്ട് കൗതുകത്തോടെ പറയും, എന്നോട് സീതാദേവി പറഞ്ഞു ഇങ്ങനെ കുങ്കുമം ധരിച്ചു കഴിഞ്ഞാൽ അങ്ങ് സന്തോഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്തിനാണ് അപ്പം നെറ്റിയിൽ മാത്രം കുങ്കുമം തൊടുന്നത്, മേത്ത് മുഴുവനും കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ, കുങ്കുമം ചാർത്തി കഴിഞ്ഞാൽ അങ്ങ് അത്രത്തോളം സന്തോഷിക്കില്ലേ, അപ്പം അങ്ങേ അത്രയും സന്തോഷിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അങ്ങേക്ക് സന്തോഷമായോ എന്ന് നിഷ്കളങ്കതയോടുകൂടി ആ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് ചോദിക്കും. അതാണ് നിഷ്കളങ്ക ഭക്തി. അപ്പം അത്രത്തോളം നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറയേണ്ടത്. അപ്പം അത്രത്തോളം നിഷ്കളങ്കമായിട്ടുള്ള ആ സ്നേഹത്തോടു കൂടിയുള്ള ഭക്തി നമ്മുടെ ഒക്കെ മനസ്സിൽ നിറയട്ടെ എന്ന് നമുക്ക് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ ശ്രീരാം.